സ്പോട്ട്ലൈവ് തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും മുൻപ് രാഷ്ട്രീയ ഉന്നതർക്ക് കേസുമായുള്ള ബന്ധം വിശദമായി പരിശോധിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴി രേഖപ്പെടുത്താനും SIT നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ചോദിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിയും. അതേസമയം മൊഴിയെടുക്കാൻ വിളിപ്പിച്ചെന്ന വാദം അടൂർ പ്രകാശ് തള്ളി. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തുവരുമെന്ന വിലയിരുത്തലിലാണ് SIT. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ, വാസു, വിജയകുമാർ തുടങ്ങിയവർ അറസ്റ്റിലായിട്ടുണ്ട്. ശങ്കർദാസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും ഇതുവരെ ഹാജരായിട്ടില്ല. കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കാനുള്ള നീക്കം നടക്കുന്നു. ഈ കേസിൽ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇനി കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഉടൻ തന്നെ അത്തരം ഒരു നീക്കം ഉണ്ടാകുമോ SITയുടെ ഭാഗത്തുനിന്ന്? രാഷ്ട്രീയ ഉന്നതരും അതോടൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 10ഓളം പേരാണ് നിലവിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. അതിൽ പാർട്ടിയുമായി, സർക്കാരുമായൊക്കെ നേരിട്ട് ബന്ധപ്പെട്ട 3 പേരാണ്. നമുക്കറിയാം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും MLAയുമായിരുന്ന പത്മകുമാർ, അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന N. വാസു, അതോടൊപ്പം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാർ. ഇങ്ങനെ 3 പേർക്കാണ് സർക്കാരുമായോ CPMമായോ ഒക്കെ നേരിട്ട് ബന്ധമുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്കുള്ളവരൊക്കെ ഈ ഉദ്യോഗസ്ഥരാണ്. അതിനൊപ്പം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ, ഇങ്ങനെ 10 പേരാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. അതേസമയം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉദ്യോഗസ്ഥരിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു, രാഷ്ട്രീയ ഉന്നതരിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന വിമർശനമുയർത്തുന്ന ചോദ്യങ്ങൾക്ക് പിന്നാലെയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രന് ഈ തട്ടിപ്പുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാധൂകരിക്കാവുന്ന തെളിവുകളൊന്നും SITക്ക് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ ഇനി രഹസ്യമായി ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കൃത്യമായ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. പക്ഷേ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് മന്ത്രി എന്ന നിലയിൽ ഒഴിഞ്ഞു മാറാൻ ആവില്ല. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ദേവസ്വം ബോർഡിൽ നടന്ന ഈ തെറ്റായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവർത്തികളുടെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം, നിയമപരമായ ഉത്തരവാദിത്തം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി എത്തുമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ചെയ്യലിന് ശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയപ്പോഴൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയത് ഈ ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ദേവസ്വം മന്ത്രിയെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ആരെയോ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ദേവസ്വം ബോർഡ് ഒരു ഇൻഡിവിജ്വൽ ബോഡിയാണ്. അവിടെ കൃത്യമായി ബോർഡിന് അംഗങ്ങളും പ്രസിഡന്റുമുണ്ട്. അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ യഥാവിധി നടപ്പിലാക്കുന്നതാണ് അവിടുത്തെ ഒരു പതിവ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനെ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇതുമായി ബന്ധിപ്പിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് SITയുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്നിരുന്നാലും ഈ വിവാദം ഇങ്ങനെ പുകയുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള നീക്കം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രനെ അടക്കം വീണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു നീക്കത്തിലേക്ക് SIT കടന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതോടൊപ്പമാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം, UDFയുടെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് മന്ത്രി പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിനാണ് അതിന്റെ ഉത്തരവാദിത്തമെങ്കിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെയും ഒരംഗത്തെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ശങ്കർദാസിലേക്ക് ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ല, ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. ഒരു വലിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പിതാവാണ്. ആ രീതിയിലുള്ള ഒരു ഈ ശങ്കർദാസിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ കേസിൽ ഏതെങ്കിലുമുള്ള ഇടപെടലുകൾ, പോലീസ് ഉന്നതരുടെ ഇടപെടലുകൾ മറ്റോ ഉണ്ടാകുന്നുണ്ടോ? മാത്രമല്ല, ഇവിടെ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടുള്ള ഓരോ ചോദ്യവും CPMനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. അതിനിടെയാണ് UDF കൺവീനറെ മൊഴിയെടുക്കാനുള്ള നീക്കം ഉണ്ടാകുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു ബന്ധവുമില്ല അടൂർ പ്രകാശിന്. പക്ഷേ സോണിയാഗാന്ധിയെ പരിചയപ്പെടുത്തിയെന്ന പേരിൽ, അതിൻ്റെ പേരിൽ എന്താണ് ഇരുവരും തമ്മിലുള്ള ബന്ധം എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു മൊഴിയെടുപ്പെന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ അതും ഈ കേസുമായി എന്താണ് ബന്ധം, ഡാൻ?
ഈ വിവാദം രാഷ്ട്രീയമായി വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മുഖ്യ പ്രചാരണ വിഷയമാക്കി അത് ഉപയോഗിച്ചു. അതിൻ്റെ നേട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ രാഷ്ട്രീയമായി കൂടി അതിനെ ഒരു പ്രതിരോധം തീർക്കുക എന്നൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന് വേണം ഒരു തരത്തിൽ പറയാൻ. കാരണം ഇടത് നേതാക്കൾക്ക് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് നേതാക്കന്മാർക്കും അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു നീക്കം, പ്രചരണം വലിയ തരത്തിൽ ഈ തിരിച്ചടി ഉണ്ടായതിന് പിന്നാലെ മുതൽ തന്നെ LDF ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അടൂർ പ്രകാശ് സോണിയാഗാന്ധിക്ക് ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇടത് സൈബറിടങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു തട്ടിപ്പുകാരനാണ് എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അങ്ങനെ കരുതിക്കൊണ്ട് ആരെങ്കിലും സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോറ്റിയുമായി പോകുമോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. അതിനപ്പുറത്ത് അദ്ദേഹത്തോടൊപ്പം വരണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോവുക മാത്രമാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും വിശദീകരിക്കാനെന്ന് അദ്ദേഹം തയ്യാറായിരുന്നില്ല. എന്തായാലും ഈ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സൗഹൃദം എന്ത് തരത്തിലുള്ളതാണ്, എത്ര നാളെ അങ്ങനെ ഒരു ബന്ധം തുടങ്ങിയിട്ട്, അതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിയുക. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിനെ മൊഴിയെടുക്കാനുള്ള ഒരു ശ്രമം SIT ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ നോട്ടീസ് നൽകുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അടുത്ത ആഴ്ച ഹൈക്കോടതിയിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അതിനു മുമ്പ് ഈ രാഷ്ട്രീയമായി ചിലരെ കൂടി, രാഷ്ട്രീയ ബന്ധമുള്ള ചില ഉന്നതരെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ മൊഴിയെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് SIT കടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായും അതിന് മുന്നോടിയായി ഡാൻ സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിട്ടുണ്ട്. പോറ്റി അതോടൊപ്പം ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു SIT എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ മൂന്നുപേരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ഈ കേസിന്റെ ഗൂഢാലോചന, ഉന്നതരുടെ പങ്ക്, ഇക്കാര്യങ്ങൾ പുറത്തുവരുമെന്ന് SIT കണക്കൂട്ടുന്നുണ്ടോ? കേസിലെ 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി. 9-ാം പ്രതിയാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആയ പങ്കജ് ഭണ്ഡാരി. 10-ാം പ്രതിയാണ് ഗോവർദ്ധനൻ, ബെല്ലാരിയിലെ ജൂബിലറി ഉടമയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഈ 3 പേരെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നാണ് അവരെ ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. ഈ 24 മണിക്കൂർ തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും ഈ പ്രതികളെ സംബന്ധിച്ചും നിർണായകമാണ്. കാരണം അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുക, അല്ലെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുത്തി വെവ്വേറെയായി ചോദ്യം ചെയ്യുക അടക്കമുള്ള നീക്കങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതോടൊപ്പം ഈ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കം ഗോവർദ്ധൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൽ ഗോവർദ്ധൻ്റെ അഭിഭാഷകനടക്കം പറയുന്ന കാര്യം ഇങ്ങനെ ഒരു തട്ടിപ്പാണിത് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഈ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ സ്വർണം അവിടെ നിന്ന് വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് അവിടെ നിന്നുള്ള സ്വർണം വേണമോ എന്ന് ചോദിക്കുന്നു. പണം നൽകി ആ സ്വർണം, അതിന് തത്തുല്യമായ സ്വർണം കൈപ്പറ്റുകയാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തട്ടിപ്പിൻ്റെ ഭാഗമാകാനുള്ളൊരു നീക്കം ഗോവർദ്ധൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അത്തരമൊരു വാദമുഖമാണ് മുമ്പോട്ട് വെക്കുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് ഇതിന് പിന്നിലെ ഗൂഢാലോചന? അതോടൊപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം ആരോപിച്ചതുപോലെ വ്യവസായി അദ്ദേഹത്തിന് കൈമാറിയ വിവരങ്ങളിൽ, രഹസ്യമായി കൈമാറിയ വിവരങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇതിന് രാജ്യാന്തര ക്ഷേത്ര കള്ളക്കടത്ത് സംഘവുമായി, അല്ലെങ്കിൽ ഈ ആൻറ്റിക്സ് വിൽപ്പന നടത്തുന്ന സംഘവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇവർക്കുണ്ടോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണ്ടിവരും. അത് കേവലം ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാത്രം പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലല്ല കാര്യങ്ങൾ. നിലവിൽ 10 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടവരാണ് അതിൽ അധികവും. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കിങ് പിൻ ആരാണ്? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിനപ്പുറത്തേക്ക് ഈ ഗൂഢാലോചനയുടെ ഭാഗമായ മറ്റേതെങ്കിലും ഉന്നതരുണ്ടോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്തുക എന്നതാണ് SITക്ക് മുമ്പിൽ അവശേഷിക്കുന്ന പ്രധാന വെല്ലുവിളി. വ്യക്തമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം.